ഈശോ പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യും. മറ്റൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ റിട്രീറ്റുകളിലൊക്കെ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം. അവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? എന്താ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പിയർ പ്രഷർ. കേട്ടിട്ടുണ്ടോ? അത് വലിയ പ്രശ്നമായിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ വളർന്നു വന്ന സാഹചര്യമല്ല. നമ്മൾ കുളത്തിൽ ചാടി, മരത്തെ കയറി, അപ്പുറം ഇപ്പുറം വീട്ടുകാര്, പല പല ആഘോഷങ്ങള്, തിരുനാളുകള്, പെരുന്നാളുകള്, കൂട്ടുകുടുംബങ്ങള്, നമ്മൾ വളർന്നു വന്ന സാഹചര്യമല്ല ഇന്ന്. അവർക്ക് നോ പറയാൻ അത്ര ഈസി അല്ല. സ്കൂളിൽ ഒറ്റപ്പെട്ടു പോകുന്നത് അവർക്ക് ഈസി അല്ല. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മനസ്സിലായത്, എൻ്റെ മോൻ പെർഫ്യൂം അടിച്ചു പോകുന്ന ആ പെർഫ്യൂമിന്റെ പേരിൽ അവനെ ബുള്ളി ചെയ്യുന്നുണ്ടെന്ന് ഈയിടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അവരൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. എന്ത് ഇടണം, എന്ത് ധരിക്കണം, അത് ചെയ്യാത്തവനെ ആക്രമിക്കുന്ന ഒരു കൾച്ചർ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിലുണ്ട്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ട്. ഏതപ്പനും അമ്മയും അറിയുന്നു ഇത്. ആ പെർഫ്യൂമിന്റെ ഗ്രേഡ് പോയാലും അവര് നിശ്ചയിക്കും ഗ്രേഡ് ഓക്കെ ആണോ എന്ന്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ, ധ്യാനങ്ങളിലൊക്കെ അവര് ഏറ്റവും അവരുടെ ക്രൈസിസുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വയ്ക്കുന്ന വലിയൊരു മേഖലയാണ് പ്രിയപ്പെട്ടവർ. ഇത് നമ്മൾ മനസ്സിലാക്കി, വചനം കൊടുത്ത്, സ്നേഹം കൊടുത്ത്, ഈശോയെ കൊടുത്ത്, കുട്ടികളുടെ ഒപ്പം അപ്പനും അമ്മയും ഉണ്ട് എന്നുള്ള ബോധ്യം കൊടുത്ത് കുഞ്ഞുങ്ങളെ സമ്പാദിക്കാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ വൈകാരികമായി അനുഭവിക്കുന്ന ഈ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്.